ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് ഗലാത്യക്കാർക്കുള്ള ലേഖനം അധ്യായം 1 നിന്ന് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം: വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം എന്നാണ് എഴുതപ്പെട്ടത്? ഉത്തരം: AD 53 58 ഇടയ്ക്ക്. അടുത്തത്: എപ്പോഴാണ് പൗലോസ് ഗലാത്യയിൽ സഭകളെ സ്ഥാപിച്ചത്? ഉത്തരം: തന്റെ 2ാം പ്രേക്ഷിത യാത്രയിൽ. അടുത്ത ചോദ്യം: ഈ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 24 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: 1-ാം അധ്യായത്തിന് എത്ര തലക്കെട്ടുകളാണ് ഉള്ളത്? 3 തലക്കെട്ടുകൾ. അടുത്ത ചോദ്യം: ആര് മുഖേനയാണ് താൻ അപ്പസ്തോലനായിരിക്കുന്നത് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച പിതാവ് മുഖേനയും. അടുത്തത്: ആര് മുഖേനയല്ല താൻ അപ്പസ്തോലനായത് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ. അടുത്ത ചോദ്യം: ആരെല്ലാം ചേർന്നാണ് ഗലാത്യയിലെ സഭകൾക്ക് എഴുതുന്നതെന്നാണ് പൗലോസ് പറയുന്നത്? പൗലോസായ താനും തന്നോട് കൂടെയുള്ള എല്ലാ സഹോദരരും ചേർന്നു. അടുത്ത ചോദ്യം: പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും എന്താണ് അദ്ദേഹം ഗലാത്യക്കാർക്ക് നൽകുന്നത്? കൃപയും സമാധാനവും. അടുത്ത ചോദ്യം: എന്തിനു വേണ്ടിയാണ് ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത്? തിന്മ നിറഞ്ഞ ഈ ലോകത്തു നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് വേണ്ടി. അടുത്ത ചോദ്യം: ആരുടെ അഭീഷ്ടമനുസരിച്ചാണ് ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത്? ഉത്തരം: നമ്മുടെ പിതാവായ ദൈവത്തിന്റെ. 11-ാമത്തെ ചോദ്യം: ആരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത്? ഉത്തരം: നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. 12-ാമത്തെ ചോദ്യം: ആർക്കാണ് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്? ദൈവത്തിന്. 13-ാമത്തെ ചോദ്യം: ഇവിടെ ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം: പൗലോസ് ശ്ലീഹായെ പറ്റി തന്നെ. 14-ാമത്തെ ചോദ്യം: എന്തിലാണ് പൗലോസ് ശ്ലീഹായ്ക്ക് ആശ്ചര്യം തോന്നുന്നത്? പൗലോസ് ശ്ലീഹായെ ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് ഗലാത്യക്കാർ തിരിയുന്നതും കണ്ടിട്ട്. അടുത്തത് 15-ാമത്തെ ചോദ്യം: ഗലാത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 7-ാം വാക്യത്തിൽ പൗലോസ് എന്താണ് പറയുന്നത്? ക്രിസ്തുവിന്റെ സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷമില്ല. 16-ാമത്തെ ചോദ്യം: അവർക്ക് ചുറ്റും ഏതു തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ഗലാത്യക്കാരെ ഉപദ്രവിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ. 17-ാമത്തെ ചോദ്യം: ആരെല്ലാം ശപിക്കപ്പെട്ടവരാകട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: തങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സുവിശേഷം തങ്ങൾ തന്നെയോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ തന്നെയോ പ്രസംഗിച്ചാൽ അവരെല്ലാവരും ശപിക്കപ്പെട്ടവരാകട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്. 18-ാമത്തെ ചോദ്യം: ഗലാത്യക്കാർ സ്വീകരിച്ച സുവിശേഷമല്ലാത്ത മറ്റൊന്ന് ആരെങ്കിലും അവരോട് പ്രസംഗിച്ചാൽ അവരെ എങ്ങനെ കണക്കാക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ശപിക്കപ്പെട്ടവനായി. 19-ാമത്തെ ചോദ്യം: ആരുടെ പ്രീതിയാണ് പൗലോസ് അന്വേഷിക്കുന്നത്? ദൈവത്തിന്റെ. 20-ാമത്തെ ചോദ്യം: ആരെ പ്രസാദിപ്പിക്കുവാനാണ് താൻ യത്നിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്? ദൈവത്തെ. 21-ാമത്തെ ചോദ്യം: ആർക്കാണ് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്? ഉത്തരം: ദൈവത്തിന്. 22-ാമത്തെ ചോദ്യം: എന്തു ചെയ്തിരുന്നുവെങ്കിൽ തനിക്ക് ക്രിസ്തുവിന്റെ ദാസനാകാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്
ശ്ലീഹ പറയുന്നത്? ഉത്തരം: താൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ. 23-ാമത്തെ ചോദ്യം: താൻ ക്രിസ്തുവിന്റെ ദാസനായത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്? ഉത്തരം: താൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവൻ അല്ലാത്തതുകൊണ്ട്. 24-ാമത്തെ ചോദ്യം: താൻ പ്രസംഗിച്ച സുവിശേഷം എപ്രകാരമുള്ളതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്? ഉത്തരം: മാനുഷികമല്ല. 25-ാമത്തെ ചോദ്യം: താൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ലെന്ന് പൗലോസ് പറയുന്നത് എന്തുകൊണ്ട്? കാരണം അദ്ദേഹം അത് സ്വീകരിച്ചത് മനുഷ്യനിൽ നിന്നും അല്ലാത്തതുകൊണ്ടും അത് അദ്ദേഹത്തെ ആരും പഠിപ്പിച്ചതല്ലാത്തതുകൊണ്ടും.